ഈ എം.കോം കഴിഞ്ഞതാണ്, അത് കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്തു. എന്താണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് കടക്കാൻ വേണ്ടി കാരണമായത്? മതിയായ ശമ്പളം ഇല്ലായ്കയാണ് മെയിനായിട്ടും എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഈ മേഖല തിരഞ്ഞെടുത്തത്. എവിടെയാണ് ജോലി? എം.കോം എന്താണ് വിദ്യാഭ്യാസം? എവിടെയായിരുന്നു? ഞാൻ ഡിഗ്രി കാഞ്ഞിരപ്പള്ളി സെൻറ് ആൻറ്റണീസ് കോളേജിലായിരുന്നു. PG ചെയ്തത് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്തത്. പിന്നെ 2 വർഷം അക്കൗണ്ടൻ്റ് ആയിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു ഫിനാൻസിലും ജോലി ചെയ്തു. അപ്പം മതിയായ ശമ്പളവും അതിന് നമ്മുടെ ജോലിക്കനുസരിച്ചുള്ള ശമ്പളം ഇല്ലായ്കയാണ് ഈ ഇതുപോലൊരു മേഖല തിരഞ്ഞെടുക്കാൻ കാരണം. സാധാരണ ഈ ചെറുപ്പക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കോളർ ജോലിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ അതൊന്നും നോക്കാതെ ഒരു മടിയുമില്ലാതെ ഇറങ്ങുകയായിരുന്നു അല്ലേ? അതെ. മടിച്ചിരുന്നിട്ട് കാര്യമില്ല. വൈറ്റ് കോളർ ജോബ് ഒക്കെ ആ കാണുന്ന പ്രൗഢി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന ബെനിഫിറ്റ് ഒന്നും നമുക്ക് കിട്ടാറില്ല. കസ്റ്റമേഴ്സൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ട്. നമുക്ക് റെഗുലർ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. മീൻ എത്തിക്കുന്നത് കടപ്പുറത്തു നിന്നാണ്. നമുക്ക് മാർക്കറ്റില്ല, കടപ്പുറം മീൻ മാത്രമേ എടുക്കുന്നുള്ളൂ. തോട്ടപ്പള്ളി, നീണ്ടകര അങ്ങനെയുള്ള കടപ്പുറത്തു നിന്ന് നമ്മൾ നേരിട്ട് പോയി എടുക്കുകയാണ്. രാവിലെ വെളുപ്പിനെ പോകും. വെളുപ്പിനെ 3 മണിയൊക്കെ ആ വണ്ടി അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ വെളുപ്പിനെ പോയി സ്വന്തമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ പോണോ, എന്തെങ്കിലും ജോലി ചെയ്താൽ പോരെ. അത് കഴിഞ്ഞ് ഇത് ചെയ്തു നോക്കി, കുഴപ്പമില്ലായിരുന്നു. ആദ്യമൊക്കെ എതിർപ്പായിരുന്നു. ഈ ഒപ്പം സുഹൃത്തുണ്ട്. അവനാണ് എന്തിനും കൂടെ ഉള്ളത്. ഗോകുൽ എന്നാണ് എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ഞാനും ഗോകുലും കൂടാണ് സംരംഭം കൊണ്ടുവന്നത്.